നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഒരിക്കലെങ്കിലും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ വാഹനം ഓടിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാകും. ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുണ്ടെങ്കിൽ ഏത് വാഹനവും നിയമപരമായി ഓടിക്കാമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ നിയമത്തിന്റെ ചില സൂക്ഷ്മ വ്യവസ്ഥകൾ അറിയാതിരുന്നാൽ അപ്രതീക്ഷിതമായി നിയമക്കുരുക്കിൽപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡ്രൈവ് ചെയ്യുന്നയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹന ഉടമയുടെ എഴുത്ത് മൂലമുള്ള അനുമതി പത്രം ആദ്യമേ തന്നെ ആവശ്യമാണ്. ഈ അനുമതി പത്രമാണ് ഡ്രൈവർ ഓതറൈസേഷൻ ലെറ്റർ. തന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം മറ്റൊരാൾ ഉപയോഗിക്കാൻ നിയമപരമായി അനുവദിക്കുന്നതിന്റെ തെളിവാണ് ഈ കത്ത്. മറ്റൊരാളുടെ കാറോ ബൈക്കോ ഓടിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ പോലീസോ പരിശോധനയുടെ ഭാഗമായി വാഹനം തടഞ്ഞു നിർത്തിയാൽ വാഹനം മോഷ്ടിച്ചതല്ലെന്നും ഉടമയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഉപയോഗിക്കുന്നതെന്നും തെളിയിക്കാൻ ഈ രേഖ സഹായിക്കും. ഇത്തരത്തിലുള്ള അനുമതി പത്രമില്ലാതെ മറ്റൊരാളുടെ വാഹനം ഉപയോഗിക്കുന്നത് 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻസ് 197 പ്രകാരം കുറ്റകരമാണ്. ഇതനുസരിച്ച് കേസായാൽ തടവോ 5000 രൂപ വരെ പിഴയോ ലഭിക്കാനും സാധ്യതയുണ്ട്. നിയമം ഇങ്ങനെ കർശനമാണെങ്കിലും പ്രാദേശിക യാത്രകളിൽ സാധാരണയായി ഇത്തരം രേഖകൾ പരിശോധിക്കപ്പെടാറില്ല. എന്നാൽ സംസ്ഥാന അതിർത്തികൾ കടന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ രേഖകൾ നിർബന്ധമായി ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വാഹനമോഷണം, അനധികൃത ഉപയോഗം, നിയമവിരുദ്ധ യാത്രകൾ എന്നിവ തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിശോധനകൾ ശക്തമാക്കുന്നത്. പ്രാദേശിക യാത്രകളിൽ ചോദ്യം ചെയ്യപ്പെടാതിരുന്നാലും ഉടമയുടെ അനുമതി പത്രം കൈവശം സൂക്ഷിക്കുന്നത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാനും യാത്രയെ കൂടുതൽ സുരക്ഷിതവും ആയാസരഹിതമാക്കാനും സഹായിക്കും.